Hi. Thank you, friends, for joining. Thank you for watching. Hi, Pastor Babu Matai, Thomas PC. Hi, Thomas Munoz, Georgie Isaac. Thank you for watching. Benson Yohanan, വൈപ്പനായിൽ പൂർണ്ണമായത് തോമസ് പുന്നൂസ്. പൂർണ്ണമായതും അംശമായത് എന്ന ഒരു ചർച്ച നടക്കുകയാണ്. നമ്മുടെ ES തോമസും ലിനുവുമായിട്ട്. ഇപ്പോൾ ES തോമസ് അവിടെ 2 ബ്ലണ്ടർ പറഞ്ഞു. ഒന്ന്, അദ്ദേഹം ഇപ്പോൾ അവിടെ പറഞ്ഞത് അപ്പസ്തോലന്മാരുടെ കാലത്തെ സഭ ശൈശവ സഭയായിരുന്നു, പിന്നെയാണ് പൂർണ്ണത വന്നത്. PS ഒക്കെ നടത്തുന്ന ബ്രദറൻ സഭയാണ് പുരുഷ പ്രജയായ സഭ. അപ്പസ്തോലന്മാരുടെ സഭ ശൈശവ സഭയായിരുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പൂർണ്ണമായത് ബൈബിളാണ്, പൂർണ്ണമായത് സ്നേഹമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കും. അതിൽ വലുത് സ്നേഹമാണ്. അപ്പോൾ സ്നേഹം അങ്ങ് നിലനിൽക്കുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ ES തോമസും ബ്രദറൻകാരും എല്ലാം നിത്യതയിൽ പോയിരുന്നു ബൈബിൾ വായിക്കാൻ തോന്നുന്നു. ബൈബിൾ അങ്ങ് നിലനിൽക്കുക. അപ്പം ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് അലക്സി മുല്ലുള്ള, ജയൻ കെ തോമസ്, സതീഷ് രാജൻ, അജി യോഹന്നാൻ, ആൻസൺ മാരാമൻ, ഡെന്നി ഡാനിയൽ, നിബൂസ് കറിയ, അനൂബസ്, അബ്ബാസ് ജബേസ്, Abhilash Raj, Joji Isaac. So how many friends are there? Denny Daniel, hope that you are getting better. ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മൾ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, ചെറുതായിട്ടൊന്ന് ചിന്തിക്കുകയാണ്. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2 കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് സഭയുടെ 7 അടിസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പെന്തക്കോസ്തിൽ പഠിപ്പിക്കുന്നത്. അത് പരമ അബദ്ധമാണ്. അത് അടിസ്ഥാന ഉപദേശമൊന്നും അല്ല. അതായത് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന 7 അടിസ്ഥാനങ്ങൾ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. ഞാൻ വായിക്കാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം ഇതാണ് അടിസ്ഥാന ഉപദേശം എന്നൊക്കെ പറയും. അപ്പം സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, അത് അടിസ്ഥാന ഉപദേശങ്ങളുടെ പട്ടിക പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ. അതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഇത് ഈ ലിനുവുമായിട്ടുള്ള ചർച്ചയിലാണ് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് അടിസ്ഥാന ഉപദേശങ്ങളാണ്. അപ്പം അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻസ്. ഇപ്പം ബൈബിളിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ബൈബിളിൽ നോക്കുക. എബ്രായ ലേഖനം 6-ന്റെ 1 അതാണ് അടിസ്ഥാനം. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എബ്രായർ 6-ലാണ് കിടക്കുന്നത്. അവിടെയുള്ള 6 കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാണാതെ പഠിക്കാൻ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു എളുപ്പ വഴി പറയാം. ഈ 6 ഉപദേശങ്ങളെ പെട്ടെന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ. ഈ 6 ഉപദേശം 3 ഗ്രൂപ്പാണ്. 3 ഗ്രൂപ്പാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. അപ്പം മാനസാന്തരവും വിശ്വാസവും. ആ നിർജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, അത് 1.
രണ്ടാമത്തെ ഗ്രൂപ്പ് സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്. അപ്പം സ്നാനവും കൈവപ്പും അടുത്ത ഗ്രൂപ്പ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് മാനസാന്തരം, വിശ്വാസം. ഒന്നാമത്തെ ഗ്രൂപ്പ് മാനസാന്തരം, വിശ്വാസം. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്നാനം, കൈവപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് പുനരുത്ഥാനം, ശിക്ഷാവിധി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ 6 ഒരുമിച്ചൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോവും, മറന്നുപോകും, ചിലപ്പോൾ 5 പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 3 ഗ്രൂപ്പാക്കി പഠിക്കുക. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ മാനസാന്തരം, വിശ്വാസം. അപ്പൊ അത് എലാബറേറ്റ് ചെയ്യുമ്പോൾ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. ഈ മാനസാന്തരം, നിർജീവ പ്രവർത്തികൾ എന്താണ്? ഡെഡ് വർക്ക്സ് എന്നാണ് അവിടെ പറയുന്നത്. നിർജീവ പ്രവർത്തികൾ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്. നമുക്കെല്ലാം അറിയാം. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ. ഇപ്പൊ പിണക്കം, അസൂയ, ജാരശങ്ക, മദ്യപാനം, ക്രോധം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പട്ടികയുണ്ട്. ദന്തോഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. അപ്പോൾ ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ, ഇത് നിർജീവ പ്രവൃത്തികൾ. ഇത് രണ്ടാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് വർക്ക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി. ഈ പിള്ളേർ സെറ്റിന് പെട്ടെന്ന് മനസ്സിലാകും പറഞ്ഞ, പ്രായമായവർക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ സോംബി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. സോംബിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോംബിങ് അല്ല, ഇപ്പൊ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഇപ്പൊ പോയി അടിക്കല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഗൂഗിളിൽ പോയോ യൂട്യൂബിൽ പോയോ സോംബി മൂവീസ് എന്നടിക്കുക. ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ സോംബി മൂവി. സോംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കുന്ന ശവങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ശവങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നതിന് അത്രയും മൂവീസ് ഒരുപാടുണ്ട്. സോംബി മൂവീസ്. ഇങ്ങനെ ശവങ്ങൾ ഇങ്ങനെ വരിക, ഓരോന്ന് ചെയ്യും. ഞാൻ ഇന്നാളൊരു ലൈവിൽ പറഞ്ഞാൽ ഈ ഹെയ്ത്തി ദ്വീപിൽ അവർ ശവങ്ങളെ എഴുന്നേപ്പിച്ച് ഇങ്ങനെ നടത്തും, ആത്മാവ് കൊടുത്ത്. എന്നിട്ട് ആ ശവങ്ങൾ എഴുന്നേറ്റ് അവരുടെ കൃഷിപ്പണി, തോട്ടപ്പണികൾ ചെയ്യും, ഡ്രൈവിങ് ചെയ്യും, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. ഇതൊക്കെ ശവങ്ങളാണ് ചെയ്യുന്നത്. ശവങ്ങൾ ഇപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ശവങ്ങൾ എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നത്, അതാണ് ഡെഡ് വർക്ക്സ്. ഇപ്പൊ നിങ്ങളുടെ കോൺസെപ്റ്റ് മാറണം. അതായത് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. അപ്പൊ നിർജീവ പ്രവർത്തികൾ, അതായത് നമ്മുടെ മനസ്സില്ലാത്ത പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തി. നിർജീവ പ്രവൃത്തി, ഡെഡ് വർക്ക്സ്. എൻ്റെ ഡെഫിനിഷൻ എന്താണ് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നിർജീവ പ്രവൃത്തി, നമ്മുടെ മനസ്സില്ലാത്ത പ്രവൃത്തി. ദർ ഇസ് നോ മൈൻഡ്. അപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഓടുകൂടെ ചെയ്യാത്ത പ്രവൃത്തികളാണ് നിർജീവ പ്രവൃത്തികൾ. അതിൽ നിന്നുള്ള മാനസാന്തരം. ഇപ്പൊ മാനസാന്തരം എന്ന് പറഞ്ഞാൽ റിപ്പൻഡൻസ്. റിപ്പൻഡൻസ് ബൈബിളിൽ, ഗ്രീക്കില്, പുതിയ നിയമത്തിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യൂദായ്ക്ക് വന്ന മാനസാന്തരം എന്നുള്ളതിന് വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ചേഞ്ച് ഓഫ് മൈൻഡ് ആണ് പൊതുവെ റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ. ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സ് മാറ്റുക. യൂദായുടെ മാനസാന്തരത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് ചേഞ്ച് ഓഫ് കെയർ എന്നാണ്. നമ്മുടെ വിഷയമല്ല. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ മാനസാന്തരത്തിന് 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഗ്രീക്കിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൈൻഡാണ്. അപ്പൊ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, നിർജീവ പ്രവർത്തികൾ. അപ്പൊ നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്ത പ്രവൃത്തി, അഥവാ ശരീരം മാത്രം. ഞാൻ മുമ്പ് പറഞ്ഞൊരു സോംബി ഉണ്ടല്ലോ, അതായത് സഞ്ചരിക്കുന്ന മൃതദേഹങ്ങൾ, അതാണ് സോംബി. അപ്പൊ ഇന്ന് നമ്മുടെ സഭകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സോംബികളാണ്. കാരണം സോംബി ഇങ്ങനെ നടക്കുന്നു, സോംബി ഇങ്ങനെ ചെയ്യുന്നു, സോംബി ഗേറ്റ് തുറക്കുന്നു, സോംബി തോട്ടം കളയ്ക്കുന്നു, സോംബി കാർ ഓടിക്കുന്നു, സോംബി അങ്ങനെ പലതും ചെയ്യും. പക്ഷെ സോംബിയാണ്. അപ്പൊ സോംബി ഒരു കാര്യം ചെയ്യുമ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ പറമ്പിൽ ഒരു ശവം നിന്ന് കിളക്കുകയാണ്. ഇറ്റ്സ് എ ഡെഡ് ബോഡി, ഒരു മൃതദേഹമാണ്. പക്ഷെ അതിനെ മന്ത്രശക്തിയാൽ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. രാവിലെ വന്നതാണ്, പുള്ളി അവിടെ ഈ വാഴയ്ക്ക് തട എടുക്കുന്നുണ്ട് നിങ്ങളുടെ പറമ്പിൽ. നിങ്ങളുടെ ആ ഫീലിംഗ് എന്തായിരിക്കും? നിങ്ങളുടെ തോട്ടത്തിൽ ഒരു ശവം നിന്ന് കിളയ്ക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കും, നിങ്ങളുടെ ഗേറ്റിങ്ങിൽ വേറൊരു ശവം കാവൽ നിൽക്കുന്നു.
വേറൊരു ശവം അവിടെ കാറ് തുടയ്ക്കുന്നു. വീട്ടുകാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്കത് പരിചയമില്ല. ഞാൻ പറഞ്ഞാൽ ഹെയ്ത്തിയിലുള്ളവർക്ക് അത് പരിചയമാണ്, ദേ ഹാവ് നോ പ്രോബ്ലം. അപ്പം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നാലോ? അപ്പൊ ഈ സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വീടാണ്, ദൈവത്തിന്റെ ഭവനക്കാരാണ് നമ്മൾ, ദൈവത്തിന്റെ ഭവനക്കാർ. അപ്പൊ ദൈവമാണ് വീട്ടുടയവൻ, അപ്പൊ നാമോ ദൈവത്തിന്റെ ഭവനക്കാർ. അപ്പൊ ദൈവഭവനത്തിൽ നമ്മൾ എന്തായിരിക്കണം? സോംബികളായിരിക്കരുത്, ഞാൻ നിർജീവ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കരുത്. ഇപ്പൊ നമ്മളെക്കുറിച്ച് ഇനിയിപ്പോ നമ്മുടെ പറമ്പിലെ കാര്യമൊക്കെ വിട്ടു. ഇപ്പൊ നമ്മൾ നിർജീവ പ്രവൃത്തിയാണോ, മുഖപ്രസന്നതയോടെ വേല ചെയ്യുന്നവരാണോ? അപ്പൊ ഇത് നമ്മൾ ബൈബിൾ പുതിയ നിയമത്തിന്റെ ഒരു ഉപദേശമാണ്, പുതിയ നിയമത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ്. കാരണം ഇത് അടിസ്ഥാന ഉപദേശമാണ്. ഈ അടിസ്ഥാന ഉപദേശം അറിയാതെയാണ് പലരും ക്രിസ്ത്യാനികളാണ് അവകാശപ്പെടുന്നത്. ഇപ്പൊ അടിസ്ഥാന ഉപദേശങ്ങളാണ്. ഇപ്പൊ ഏറ്റവും നമ്പർ 1 അടിസ്ഥാന ഉപദേശമാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. മറ്റേ ജഡത്തിന്റെ പ്രവൃത്തികളെന്ന് ഞാൻ പറഞ്ഞു, അതല്ല ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, അത് തെറ്റാണ്, തിന്മയാണ്, പാപമാണ്, അത് ദൈവരാജ്യത്തിനെതിരാണ്, ഒക്കെ നമുക്കറിയാം. ഒരാൾ വ്യഭിചാരം ചെയ്തു അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈ നിർജീവ പ്രവൃത്തികൾ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. വളരെ നല്ലതാണെന്ന് ആളുകൾക്ക് തോന്നുന്നു. വാഴയ്ക്ക് തടവെടുക്കുക നല്ലതല്ലേ? നല്ലതാ. പക്ഷെ തടവെടുക്കുന്നത് ശവമാണല്ലോ. നിങ്ങൾ ആ ആള് കളച്ചു പോകുന്നവരെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് സഭയ്ക്കകത്ത് നടക്കുന്നുണ്ട്. ഇതാണ് നിർജീവ പ്രവൃത്തികൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് നിർജീവ പ്രവൃത്തി ആകുന്നത്? ഒന്നാമത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സന്തോഷമില്ലാതെ ചെയ്യുക. സന്തോഷമില്ല. ഇപ്പൊ ആ ശവം വാഴയ്ക്ക് തടയെടുക്കുമ്പം ആ ശവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല, സോംബിയാണ്. അപ്പൊ ഈ സോംബിയിങ് ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. സോംബിയുടെ ബൈ ഡെവിൾ. അറിയോ സോംബി? അപ്പൊ നിങ്ങളൊരു സോംബിയാണോ? പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ആം ഐ എ സോംബി? ഓൾമോസ്റ്റ്. ഇത് മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയും, ഓൾമോസ്റ്റ്, ഏറെക്കുറെ ഞാനൊരു സോംബിയാണ്. പക്ഷെ നമ്മൾ സോംബി ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ഇത് സന്തോഷമില്ല. സോംബിക്ക് സന്തോഷമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ അല്ല ചെയ്യുന്നതെങ്കിൽ യു ആർ എ സോംബി. നിർജീവ പ്രവൃത്തിയാണ് അത്, നിർജീവമാണ്. അപ്പൊ എന്ത് കാര്യം ചെയ്താലും അപ്പൊ ഇന്നലെ ഞാൻ ആശിഷ് ബ്രദറിന്റെ ലൈവിൽ പറഞ്ഞായിരുന്നു ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് എന്താണ്. ദൈവരാജ്യം, നമ്മുടെ വിചാരം ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയാണ്. ഇപ്പൊ IPC-കാരുടെ വിചാരം IPC ആണ് ദൈവരാജ്യം. അല്ലെ ബ്രദറൻകാർ പറയൂ ഇതിനകത്താണ് ദൈവരാജ്യം ഇരിക്കുന്നത്. അങ്ങനല്ല. ദൈവരാജ്യം ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. ഈ സൂര്യൻ ദൈവത്തിന്റെ രാജ്യത്തിൻ്റെതാണ്, ഈ ചന്ദ്രൻ ദൈവത്തിന്റെ രാജ്യത്തിൻ്റെതാണ്, നിന്റെ ചുറ്റുപാട് നീ കാണുന്ന ദൈവരാജ്യമാണ്. നീ വഴിയെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ക്യാൻ കിടക്കുന്നുണ്ട്, ആ ക്യാൻ എടുത്ത് ട്രാഷ് ബിന്നിൽ ഇട്ടാൽ അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഈ സുവിശേഷ വേല ചെയ്യുക, ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് ആളുകൾക്ക് ഈ കുറ്റബോധ നിമിത്തം ജോലി രാജിവെച്ചിട്ട് വടക്കേണ്ടിക്ക് പോവുക, ഇതൊന്നും അല്ല ദൈവരാജ്യം. നിങ്ങളായിരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ദൈവരാജ്യം. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. ഇപ്പൊ നിങ്ങളൊരു ഓഫീസിലായിരിക്കുന്നെങ്കിൽ അത് ദൈവരാജ്യമാണ്. നിങ്ങൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ദൈവരാജ്യത്തിനുള്ള പ്രവൃത്തിയാണ്. യേശുക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. ആ സൂര്യൻ തെളിയുമ്പോൾ അത് ദൈവരാജ്യമായി മാറിക്കഴിഞ്ഞു. സോ നൗ വി ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലാണ് നിങ്ങൾ. അല്ലാതെ സ്പെഷ്യലായിട്ട് വേറൊരു പ്രത്യേക സ്ഥലത്ത് പോയിരുന്ന് ചെയ്യുന്നതല്ല ദൈവരാജ്യം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിലും സ്നേഹത്തിലും ചെയ്യുമ്പോൾ അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആകയാൽ ദാസന്മാരെ നിങ്ങൾ യജമാനന്മാർക്ക് മനുഷ്യർക്കെന്ന പോലെ അല്ല കർത്താവിനെന്ന പോലെ സേവ ചെയ്യുവീൻ. സെക്യുലർ ജോലികളെ കുറിച്ചാണ്. അപ്പം ദർ ഇസ് നോ സെക്യുലർ ഓർ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ. എല്ലാ ജോലികളും കർത്താവിനുള്ളതാണ്, എല്ലാ വേലകളും ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എനിക്ക് ദൈവവേല ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് കോൺഷ്യസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക.
നിങ്ങൾ ചെയ്യുന്നത് ദൈവവേലയാണ്. പക്ഷെ അതെങ്ങനെ ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. നിങ്ങൾ എന്ത് ചെയ്താലും അതിപ്പോൾ നിങ്ങളുടെ ഭൗതികമായ അല്ലെങ്കിൽ സെക്കുലർ, ഇന്നത്തെ നമ്മുടെ കോൺസെപ്റ്റിൽ സെക്കുലർ ജോലിയാണെങ്കിലും സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ജോലിയാണെങ്കിലും ഇത് ബാധകമാണ്, നിർജീവ പ്രവൃത്തി. അപ്പോൾ ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ സന്തോഷത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിർജീവ പ്രവൃത്തിയാണ്. സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ 2 കൊരിന്ത്യർ 9 ഒരു പോപ്പുലർ സാധാരണ പാസ്റ്റർമാരുടെ ഒക്കെ ഒരു വാക്യമാണ്. ആ വാക്യമാണ് ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ദൈവം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. പണ്ട് ഞങ്ങളൊക്കെ സ്വത്രാഴ്ച എടുക്കുമ്പോൾ ആ പാട്ട് ഇങ്ങനെ പാടുമായിരുന്നു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുക്കാൻ വേണ്ടി മേക്ക് പീപ്പിൾ ഗിവ് ആണ്, അത് നിർബന്ധമാണ്. അപ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം. അപ്പോൾ എത്ര വലിയ തുക കൊടുക്കുന്നവനെ അല്ല ദൈവം സ്നേഹിക്കുന്നത്. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. പണം കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അത് സന്തോഷത്തോടെ ആയിരിക്കണം. അപ്പോൾ നിർജീവ പ്രവൃത്തികൾക്ക് അകത്ത് സന്തോഷമില്ല. അപ്പൊ സന്തോഷമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തികൾ. നിർജീവ പ്രവൃത്തികൾ അതെന്തായിരുന്നാലും ദൈവപ്രസാദമുള്ളതല്ല. നിങ്ങൾ ട്രാക്ട് കൊടുക്കുകയാണ്, ഒരു സന്തോഷവും ഇല്ല. ഈ ചില ആളുകൾ ഈ ട്രാക്ട് കൊടുക്കാൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരതിൻ്റെ പിണങ്ങി വന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ഞാൻ എക്സാമ്പിളായി പറയാം. അല്ല, സഭയിലോട്ട് ആളുകൾ വരികയാണ്, നിങ്ങൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഗ്രീറ്റിംഗ് സ്ക്വാഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗ്രീറ്റിംഗ് സ്ക്വാഡിൽ നിൽക്കുന്നത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി വേറെ അവരെടുത്തോട്ട് പോകാൻ തോന്നും. അത് ദൈവത്തിന്റെ പ്രസാദമില്ല. സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ സന്തോഷത്തോടെ ചെയ്യുന്നവനെ മാത്രമാണ് ദൈവം സ്നേഹിക്കുന്നത്. സന്തോഷത്തോടെ ചെയ്യുക. കാരണം അത് നിർജീവ പ്രവൃത്തിയല്ല. നിങ്ങളുടെ വീടിന്റെ വാതൊക്കെ വരുന്നവരെ സ്വീകരിക്കാൻ നിങ്ങളൊരു സോംബിയാണ് നിർത്തുന്നതെങ്കിൽ ആ സോംബി ആളുകൾ ഒരിക്കലും സന്തോഷത്തോടെ വെൽക്കം ചെയ്യത്തില്ല. കൈ കാണിച്ച് വെൽക്കം. അല്ലെങ്കിൽ ഒരു റോബോട്ട് നിൽക്കാൻ നിൽക്കുക. പുതിയ റോബോട്ടൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാം വാക്യം, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായക കൊണ്ട്. അപ്പം ദൈവം അവിടെ ഒരു തെറ്റായിട്ട് അവിടെ എടുത്തു പറയാണ്, സന്തോഷത്തോടെ സേവ ചെയ്യണം. അപ്പൊ സന്തോഷം വളരെ പ്രധാനപ്പെട്ടതാണ് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. കാരണം ദൈവരാജ്യം എന്നാൽ എന്താണ്? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. ഡിലൈറ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, അതാണ് ദൈവരാജ്യം. അതുകൊണ്ട് സന്തോഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷമില്ലാത്ത പ്രവൃത്തിയാണ് ഒന്ന് നിർജീവ പ്രവൃത്തി. രണ്ടാമത്തെ ഒരു കാര്യം സ്നേഹമില്ലാത്ത പ്രവൃത്തി. സ്നേഹമില്ലാത്ത പ്രവൃത്തി നിർജീവ പ്രവൃത്തിയാണ്. സ്നേഹമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തി. കാരണം ഇപ്പോൾ സോംബിയുടെ കാര്യം തന്നെ ചിന്തിച്ചു. ഈ സോംബി ഇത് ഈ വാഴയ്ക്ക് തടവെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു വീട്ടുകാരനെ വാഴയ്ക്ക് തടവെടുക്കുന്നെങ്കിൽ ആ വാഴയ്ക്ക് തടവെടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു സന്തോഷവും വായിലൊരു മൂളിപ്പാട്ടും കാണും. കാരണം ഈ വാഴ കുടിച്ചു വെക്കും, ഈ വാഴ വലുതാകുമ്പോൾ കുലയ്ക്കുമ്പം പിള്ളേർക്ക് കുറച്ച് പഴം പഴിപ്പിച്ചു കൊടുക്കണം, കുറച്ച് കായ പച്ചയ്ക്ക് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണം, കുറച്ചെണ്ണം കൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ അവൻ ചിന്തിക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് ഈ വാഴ കൊലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇതെല്ലാം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ സോംബി അത് കളയ്ക്കുമ്പം ചില ആളുകൾ പ്രസംഗിക്കുന്ന പോലും ഒരു സോംബി പ്രസംഗിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഒരു സന്തോഷമില്ല, ഇതുകൊണ്ടൊരു റിസൾട്ട് അവൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് സന്തോഷം ഉണ്ടായിരിക്കണം. രണ്ട്, സ്നേഹം ഉണ്ടായിരിക്കണം. നമുക്ക് ആ സ്നേഹം വരികയാണ്. അപ്പൊ യേശു പറയാണ് മത്തായിയുടെ സുവിശേഷം 22-ൽ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്നേഹമാണ്. അപ്പൊ
ഇപ്പൊ രണ്ട് സ്നേഹമാണ്. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. രണ്ട്, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പൊ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് ഉണ്ടോ, ഇതാണ് ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. രണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മെൻ, ഫെലോ ബീയിങ്സ്. ഇതാണ് ക്രോസ്, ഇതാണ് കുരിശ്. ഇതാണ് കുരിശ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദിനംതോറും കുരിശെടുക്കാൻ പറഞ്ഞത്. ദിനംതോറും കുരിശെടുക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ സന്തോഷത്തോടെയാണ് ഈ കുരിശെടുക്കുന്നത്. ഒന്ന്, ആ കുരിശെന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവുമാണ്. അപ്പൊ ദൈവത്തോട് സ്നേഹം, അപ്പൊ അതാണ് വെർട്ടിക്കൽ പോളാണ് ആ കുരിശിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം. മനുഷ്യരോടുള്ള ബന്ധമാണ് ഈ ഹൊറിസോണ്ടൽ പോൾ. ചില ആളുകൾ ചോദിക്കും, യേശുവിനെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ നിങ്ങൾ തോക്ക് കഴുത്തിൽ തൂക്കുമായിരുന്നോ? യേശു കട്ടിലിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കട്ടിൽ കഴുത്തിൽ തൂക്കുക. ഇതൊക്കെ മണ്ടന്മാർ ചോദിക്കുന്നത്. കാരണം യേശു കുരിശിലാണ് മരിക്കുന്നതെന്ന് ഇത് പണ്ടേ പ്രവചിച്ച. ഒരുപക്ഷെ ഞാൻ കുരിശിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. കുരിശിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതല്ല. നിങ്ങൾ സാധിക്കുന്നിടത്തോളം ആളുകൾ ഒരു ക്രോസ് കഴുത്തി തൂക്കം നല്ലതാണ്. ഇറ്റ് ഈസ് എ സിമ്പൽ, ക്രിസ്ത്യൻ സിമ്പലാണ്. അപ്പൊ ഈ ഒരു കുരിശ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും ഹീവ് ഓഫറിങ്ങും വേവ് ഓഫറിങ്ങും ഉണ്ട്. നീരാജനവും ഉദർച്ചാർപ്പണവുമുണ്ട്. നീരാജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ദൈവസനിൽ ഉയർത്തുക ആണ് നീരാജനം. ഉദർച്ചാർപ്പണം വേവ് ഓഫറിംഗ് ആണ്. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് അത് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഈ പുരോഹിതൻ യഹൂദ പുരോഹിതൻ നീരാജനവും ഉദർച്ചാർപ്പണവും നടത്തി കഴിയുമ്പോൾ ജനത്തിന്റെ മേൽ കുരിശു വരച്ചു. അപ്പോ അത് പഴയ നിയമത്തിൽ തന്നെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ തന്നെ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ദൃശ്യവൽക്കരിക്കപ്പെട്ട ഒന്നാണ് കുരിശ് എന്ന് പറഞ്ഞാൽ സകല യാഗത്തിന്റെയും സമ്പൂർത്തിയാണ്. അപ്പൊ യാഗങ്ങളിലെ ഉദർച്ചാർപ്പണവും നീരാജനവും ഒരുമിച്ച് വെച്ചാൽ കുരിശാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ അടയാളം. അതാണ് യേശു ഇവിടെ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുക. അത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. നിന്റെ സഹോദരങ്ങളെ, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അത് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. ഈ രണ്ട് റിലേഷൻഷിപ്പും വരയ്ക്കുമ്പോൾ അത് കുരിശായി. സ്നേഹത്തിന്റെ അടയാളമാണ് കുരിശ്. അത് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും, ദൈവത്തോടുള്ള വിശ്വസ്തതയും മനുഷ്യനോടുള്ള വിശ്വസ്തതയും, ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും. ദ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ. അതാണ് ക്രോസ്. ആ ക്രോസ് ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ ക്രോസ് ഇല്ലാത്ത വർക്ക്, അതായത് സ്നേഹമില്ലാത്ത പ്രവൃത്തി, ഭർത്താവിനൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിലോ മുടിഞ്ഞോ വന്നതല്ലേ, അങ്ങനെയല്ല. നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കണം. സ്നേഹത്തോടെ ഉണ്ടാക്കിയാൽ അത് ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ്. സ്നേഹത്തോടെ ഉണ്ടാക്കാൻ നിനക്ക് പറ്റുന്നില്ലേ, സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് ഡു ഇറ്റ്. അത് നിർജീവ പ്രവൃത്തിയാണ്. മാനസാന്തരപ്പെടണം. നിർജീവ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. നിങ്ങൾ വിചാരിക്കുന്നതല്ല ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തമാശ. അങ്ങനെയല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇതാണ് മാനസാന്തരം. അത് നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല മാനസാന്തരം. പലരും ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നത് അതല്ല. ഇവിടെ നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മനസ്സാണ്. നിർജീവ പ്രവൃത്തികൾ. ഒരിക്കലും നിർജീവ പ്രവൃത്തി ചെയ്യരുത്. സജീവമായ പ്രവൃത്തി വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ സ്നേഹത്തോടെ ചെയ്യണം. ഒന്ന്, സന്തോഷത്തോടെ ചെയ്യണം. രണ്ട്, സ്നേഹത്തോടെ ചെയ്യണം. മൂന്നാമത്, ഉന്മേഷത്തോടെ ചെയ്യണം. വർക്ക്സ് വിത്ത് സീൽ. സീലോടുകൂടെ വേണം ചെയ്യാൻ. അതിനകത്ത് ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ ഒരു വാക്യം വായിക്കാം. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം. റോമാലേഖനം 12. റോമാലേഖനം 12:11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവീൻ. അതിന്റെ 8-ാം വാക്യം, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. കാരണം നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം പ്രസന്നതയോടെ ചെയ്യുക, ഉത്സാഹത്തോടെ ചെയ്യുക, ഉന്മേഷത്തോടെ ചെയ്യുക. മുമ്പേ ആവർത്തന പുസ്തകം 28 വായിച്ച കാര്യം എന്നാ, നീ സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടെ ചെയ്യാത്തതിനാൽ. അപ്പൊ സന്തോഷം വേണം, ഉന്മേഷം വേണം. അപ്പൊ സന്തോഷവും ഉന്മേഷവും ഒരുമിച്ച് നിൽക്കണം. അല്ലാത്തതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. നിർജീവ പ്രവൃത്തികളാണ്, ഡ്യൂട്ടിഫുൾ ആണ്.
3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം വളരെ പോപ്പുലറാണ് നമ്മുടെ ഇടയിൽ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായാൽ എന്നെ നിന്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്ന് പറഞ്ഞാൽ എല്ലാത്തരം പ്രവൃത്തികളെ കുറിച്ചുമാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇത് വളരെ റോങ് ആയിട്ടാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഇത് ഫൗണ്ടേഷൻ ഡോക്ട്രിനാണ്, നമ്മുടെ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമാണ്. അവിടെ പറയാണ്, നീ ശീതവാനുമല്ല നീ ഉഷ്ണവാനുമല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഉമിണ്ണ് കളയും. എന്ത് കാര്യത്തിലാണ്? എന്ത് പ്രവൃത്തിയുടെ കാര്യത്തിലാണ്? എന്നിട്ട് ഇതങ്ങ് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകണം, നമ്മൾ വീട് വിസിറ്റ് ചെയ്യാൻ പോകണം, നമ്മൾ ട്രാക്ട് കൊടുക്കാൻ പോകണം, നമ്മൾ സഭയിൽ വരണം, കൃത്യമായി മീറ്റിങ്ങിന് വരണം, ഓടിച്ചാടി. അതെല്ലാം വേണ്ടത്. മീറ്റിങ്ങിന് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വാക്യം അതേക്കുറിച്ചല്ല, നിന്റെ പ്രവൃത്തി. ഏത് പ്രവൃത്തി ആയാലും ചില ആളുകളുണ്ട് എപ്പോഴും അങ്ങ് ക്ഷീണം, മൊത്തത്തിൽ അങ്ങ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് അങ്ങ് മൊത്തം കുഴിച്ചിടാനോ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനോ ഒക്കെ തോന്നിപ്പോകുന്ന വിധത്തിലാണ് നിന്റെ ആക്ഷൻ. ഇത് ദൈവവേലയെ സംബന്ധിക്കുന്നതല്ല. ഇത് പറഞ്ഞാൽ അങ്ങനെ ഒരു വേല ഇല്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവവേല എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു സംഭവം വേറെ ഇല്ല. നീ നിൽക്കുന്നതാണ് ദൈവരാജ്യം, ഈ കാണുന്നത് തന്നെയാണ് ദൈവരാജ്യം. ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രവൃത്തി അറിയുന്നെന്നാണ്, നിന്റെ എല്ലാ പ്രവൃത്തിയും. അപ്പൊ ഇതെല്ലാ പ്രവൃത്തിക്കും ബാധകമായ വാക്യമാണ്. നീ എന്ത് ചെയ്യുന്നു? ഒരു ടിവിയുടെ റിമോട്ട് എടുത്ത് നിർത്താൻ തന്നെ അങ്ങ് ക്ഷീണമാണ് ഇങ്ങനെ, ഈ രീതി അതാണ്. അപ്പൊ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ആർക്കാണ്ട് വേണ്ടി ഏതാണ്ട് പോലെ ഇങ്ങനെ ചെയ്യുക, അങ്ങനെയല്ല. ഉത്സാഹത്തോടെയും പ്രസന്നതയോടെയും ചെയ്യുക, ഉത്സാഹത്തോടെയും പ്രസന്നതയോടെയും ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിർജീവ പ്രവൃത്തി അല്ലാതെ നമ്മുടെ പ്രവൃത്തി ആകാനുള്ള മാർഗമാണ് ഈ പറയുന്നത്. ഈ ലേവ്യ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അതിന്റെ 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ലേവ്യ പുസ്തകം 6:12, പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയോ, ഈ പുരോഹിതൻ ഈ യാഗപീഠത്തിന്റെ വിറക് കത്തിച്ചിട്ട് യാഗം കഴിക്കുക. യാഗം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുക. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. എന്താ പറഞ്ഞാൽ ഈ യാഗപീഠത്തിലെ ചാരം മുഴുവൻ കോരിക്കൊണ്ട് വേറൊരു സ്ഥലത്ത് ഇടണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം. പിന്നെ പുതിയ വിറക് അവിടെ അടുക്കി വെക്കണം. പിന്നെ പുതിയ യാഗത്തെ അവിടെ കൊണ്ടുവെക്കണം. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വർക്കാണ്. അത് ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഈ തീ കെട്ടുപോകാതെ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് എല്ലാത്തിലും അലസതയാണ്. നമുക്കപ്പോൾ ഉത്സാഹമില്ല. അപ്പൊ ഉത്സാഹമില്ലാത്ത പ്രവൃത്തിയാണ് നിർജീവ പ്രവൃത്തിയാണ്. അപ്പൊ നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം വേണമെങ്കിൽ വേണം എന്നുള്ളത്. അതായത് ടോട്ടലി ഇത് നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ് ഈ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തെ. അതല്ല, എല്ലാ പ്രവൃത്തികളെയും കുറിച്ചാണ് പറയുന്നത്, നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. നമ്മൾ ഒരു പ്രയോജനമില്ല, ഒരു കാര്യമില്ല. അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിർജീവ പ്രവൃത്തികൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു വാക്യം കൂടെ വായിക്കാം. പൗലൂസ് എഴുതിയൊരു വാക്യമാണ്. 2 തിമോത്തിയോസ് 1:7, വീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർപ്പിക്കുന്നു. അപ്പൊ ഈ ജ്വലിക്കണം എന്ന് പറഞ്ഞാൽ ഉത്സാഹം ഉണ്ടായിരിക്കണം, പ്രസന്നതയോടെ ആയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പൊ ഈ നിർജീവ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം, കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ആണ് പറഞ്ഞത്. നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒന്ന്
ജീവനില്ലാത്ത പ്രവൃത്തിയാണ്. അപ്പൊ പ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ ജീവനുള്ള ഒന്നാണല്ലോ പ്രവൃത്തി ചെയ്യുന്നത്. അത് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ആ പ്രവൃത്തിയിൽ ഒരു ജീവൻ വ്യാപരിക്കുന്നില്ല. പ്രവൃത്തിയിൽ ജീവൻ വ്യാപരിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സ് കൊടുത്ത് ചെയ്യുന്നില്ല. മനസ്സ് കൊടുത്ത്. അപ്പം വല്ലവർക്കും വേണ്ടി നമ്മൾ എന്ന പോലെ നിർബന്ധത്താലോ ഡ്യൂട്ടിഫുൾ ആയിട്ടോ ചെയ്യരുത്. അപ്പോൾ പിന്നെ നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിർജീവ പ്രവൃത്തികൾ, പ്രയോജനമില്ലാത്ത പ്രവൃത്തികൾ. അപ്പൊ അതിൽ നിന്നുള്ള മാനസാന്തരം. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കും? നിർജീവ പ്രവൃത്തികളെ മാറ്റുക. ഈ ബൈബിളിൽ 2 സ്ഥലത്താണ് ഈ നിർജീവ പ്രവൃത്തി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നിർജീവ പ്രവൃത്തി, ഡെഡ് വർക്ക്സ്. അത് ഒന്ന് എബ്രായ ലേഖനം 6 അടുത്തത് എബ്രായ ലേഖനത്തിൽ തന്നെയാണ് 9 അധ്യായത്തിൽ. അപ്പൊ അവിടേക്ക് നമുക്ക് പോവാം. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എബ്രായ ലേഖനം 9. എബ്രായ ലേഖനം 9 വരുമ്പോ 14 വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പോൾ ഈ നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ആക്ച്വലി നടക്കുന്നത്? നമ്മുടെ മനസാക്ഷിയിലാണ്. അപ്പൊ നമ്മുടെ മനസ്സിനകത്താണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്, മാനസാന്തരം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെ. ഒരാൾക്ക് $500 കൊടുത്തു, അത് തന്നെ. അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞത് ഒരു ട്രാഷ് ബിൻ എടുത്തുകൊണ്ട് ഒരു ക്യാൻ എടുത്തുകൊണ്ട് ട്രാഷിൽ കൊണ്ട് ഇട്ടു, അല്ലെങ്കിൽ ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു, എന്തുവാട്ടെ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. അപ്പൊ ഇത് സെയിം കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് നിർജീവ പ്രവൃത്തിയാണോ സജീവ പ്രവൃത്തിയാണോ? നീ ചെയ്യുന്ന എന്ത് ചെയ്താലും, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പിതാവിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അതാണ് ബൈബിളിന്റെ ഉപദേശം. വാട്ട് എവർ യു ഡു. അല്ലാതെ ദൈവവേല എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വേലയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവവേലയാണ്. അത് ഈ ചില ഉപദേശമായ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു സംഭവമില്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞ അത് ഗ്രീക്ക് ഡ്യുവലിസമാണ്. ഗ്രീക്ക് ഡ്യുവലിസം എന്ന തത്വചിന്ത ക്രിസ്തീയ സഭയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. സെപ്പറേഷൻ, വേർപാടിന്റെ ഉപദേശം കൊണ്ടുവന്നത്. ഇത് വേർപാടാണ്. ഇതെല്ലാം രണ്ടാക്കാണ്. ഇത് രണ്ടാക്കുന്നല്ല, വേർപാടിന്റെ ഉപദേശമല്ല. ഓതന്റിക് ചർച്ചിന്റെ ഡോക്ട്രിൻ, ഏൻഷ്യൻ ചർച്ചിന്റെ ഡോക്ട്രിൻ, ആദിമ സഭയുടെ ഉപദേശം ഇൻക്ലൂഷൻ ആണ്, നോട്ട് എക്സ്ക്ലൂഷൻ. എല്ലാത്തിനെയും സാംശീകരിക്കുന്നതും എല്ലാത്തിനെയും ചേർത്ത് വെക്കുന്നതും എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നതുമാണ് ഇൻക്ലൂഷൻ. അപ്പൊ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, ഗോസ്പൽ ഓഫ് എക്സ്ക്ലൂഷൻ അല്ല. ഗോസ്പൽ ഓഫ് എക്സ്ക്ലൂഷൻ ആണ് ഈ മലയാളി പെന്തക്കോസ്തിൽ സംസാരിക്കുന്നത്. അതാണ് പരാജയപ്പെട്ടത്. അത് കർത്താവിന്റെ ഹൃദയത്തിനെതിരാണ്, സുവിശേഷത്തിനെതിരാണ്, ബൈബിളിനെതിരാണ്, ബൈബിളിന്റെ മൊത്തം ചിന്തക്കെതിരാണ്. അപ്പൊ ഈ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ നിങ്ങൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഗോസ്പലാണ്. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ, ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താലും ദൈവവേലയാണ്. കാരണം നിങ്ങൾ ദൈവവേദനാണ്, നിങ്ങൾ ചെയ്യുന്നതാണ് ദൈവവേല. അപ്പൊ നിങ്ങൾ ഒരു നേഴ്സാണെങ്കിൽ നിങ്ങൾ ആ രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിയെ ഏറ്റവും നന്നായി സ്നേഹിക്കുക. വർക്ക് വിത്ത് ലവ്, വർക്ക് വിത്ത് സീൽ, വർക്ക് വിത്ത് ജോയ്. ഈ 3 കാര്യം. ഇപ്പൊ രോഗിയെ സ്നേഹിക്കാൻ പറഞ്ഞ് നിങ്ങൾ നേഴ്സുമാരും രോഗിയെ സ്നേഹിച്ച് ആ കൂടെ ഒന്ന് ഇറങ്ങിപ്പോല്ല. ആ സ്നേഹമല്ല ഞാൻ പറഞ്ഞു. അപ്പം ഈ സ്നേഹത്തോടുകൂടെ ചെയ്യുക എന്ത് ചെയ്താലും. വർക്ക് വിത്ത് ലവ്, വർക്ക് വിത്ത് ജോയ്, വർക്ക് വിത്ത് സീൽ. അപ്പൊ പ്രസന്നതയോടെ, ഉത്സാഹത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ. ഈ 3 കാര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിന്റെ പേരാണ് ഡെഡ് വർക്ക്സ്. ഈ സഭയെ വന്ന് പായിട്ട് കഴിഞ്ഞ് കൈ കൊട്ടാൻ തുടങ്ങുമ്പോഴല്ല ദൈവം കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നീ ആ മെട്രോ ട്രെയിനെ കൂടെ പോകുമ്പോഴും ദൈവം കൗണ്ട് ചെയ്തോണ്ടായിരിക്കുന്നത്. ഇപ്പൊ ദൈവം നോക്കുന്ന ഫുൾ ടൈം ആണ്. അതായത് യു ആർ നോട്ട് എ വർക്കർ. ദൈവരാജ്യത്തിന്റെ ഒരു വേലക്കാരനല്ല. വേലക്കാരനാണെങ്കിൽ എങ്ങനെ ഹയർ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ജോലിക്ക് ഇരിക്കുന്ന ജോലി സമയം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കമ്പനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല.
അപ്പൊ നീ ജോലിക്കാരനല്ല, നീ മകനാണ്. ആ റിലേഷൻഷിപ്പ് 24 മണിക്കൂർ 7 ദിവസവും 24/7 ആണ്. യു ആർ നോ ലോങ്ങർ എ ഹയർഡ് സെർവന്റ്. യു ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൈതലാണ്. അപ്പൊ 24 മണിക്കൂറും അല്ലെ ഫുൾ ടൈം നീ ദൈവ പൈതലാണ്. അപ്പൊ നീ എപ്പോ എന്ത് ചെയ്താലും അത് ദൈവവേലയാണ്, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. നീ കുറച്ച് സമയം ദൈവരാജ്യത്തിൽ, പിന്നെ കുറച്ച് സമയം ലോകരാജ്യത്തിൽ, പിന്നെ കുറച്ച് സമയം ഞായറാഴ്ച 2 മണിക്കൂറും വെള്ളിയാഴ്ച 2 മണിക്കൂറും ദൈവരാജ്യത്തിലാണ്. ബാക്കി ഫുൾ ടൈം നമ്മൾ പിശാചിന്റെ രാജ്യത്തിലൂടെ. അങ്ങനെയല്ല, നമ്മൾ ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എവിടെയാ? നമ്മൾ ഈ നിൽക്കുന്ന ഈ രാജ്യമാണ് ദൈവഹിതത്താൽ എന്നറിയപ്പെടുന്നത്. ഞാൻ ദൈവരാജ്യം ഇവിടെ വന്നിരിക്കുകയാണ്, പക്ഷെ സാത്താന്റെ ഹിതവും മനുഷ്യന്റെ ഹിതവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ദൈവഹിതം ഇവിടെ നിറവേറ്റുകയാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി. നമ്മുടെ സുവിശേഷം തെറ്റായിപ്പോയി. അതുകൊണ്ട് ഗോസ്പൽ ഓഫ് എക്സ്ക്ലൂഷൻ അല്ല, ഇൻക്ലൂഷനാണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർത്താണ് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. സ്പെഷ്യലി നിങ്ങൾ വേദപുസ്തകം കൊണ്ട് പോയി ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമ്മുടെ മനസ്സിൽ എന്തുകൊണ്ടാണ്? മാറ്റമുണ്ടാണ്. എന്ത് ചെയ്താലും അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി വിടുക. സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലി, സ്നേഹത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലി, പ്രസരിപ്പോടെ ചെയ്യാൻ പറ്റുന്ന ജോലി, ആ ജോലിയാണ് ദൈവത്തിന്റെ മഹത്വം. നിർബന്ധത്താലും മനോവിഷമത്താലും ഒന്നും ചെയ്യരുത്. അത് പ്രാർത്ഥനയ്ക്ക് പോകുന്നതാണേലും, പ്രസംഗിക്കുന്നതാണേലും, ബൈബിൾ സ്റ്റഡി എടുക്കുന്നതാണേലും, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതാണേലും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ദൈവത്തിന്റെ പ്രതിഫലം. ചില ആളുകൾ പറയും, ആ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ, എന്നാലും കർത്താവ് ഒരിക്കൽ പ്രതിഫലം തരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. കാരണം നിന്റെ പ്രവൃത്തി ഡെഡ് വർക്ക്സ് ആണ്, നിർജീവ പ്രവൃത്തിയാണ്. അതിനെങ്ങനെ പ്രതിഫലം കിട്ടുന്നേ? നിർജീവ പ്രവൃത്തിക്ക് പ്രതിഫലം എന്നല്ല, നല്ല അടിയും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് നിർജീവ പ്രവൃത്തികളെ പോക്കി മാനസാന്തരപ്പെടുക. നിർജീവ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെടുക. നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുക. അത് മനസ്സിൽ സംഭവിക്കേണ്ടതാണ്. നിർജീവ പ്രവർത്തികൾ, ഈ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മുടെ മനസ്സിലാണ് സംഭവിക്കേണ്ടത്. അത് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യുന്നത് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ രക്തം. അതാണ് 9ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന 2 തരമുണ്ട്. നമ്മൾ പള്ളിയിൽ പോയുള്ള ആരാധനയുമുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലൂടെയും ദൈവത്തെ ആരാധിച്ചുകൊണ്ടായിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ആരാധന എപ്രകാരമുള്ളതായിരിക്കണം, അത് നിങ്ങൾ പോയാൽ മതി. ട്രംപറ്റ് TV എന്ന ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ആരാധന, പുതിയ നിയമത്തിൽ 3 വാക്കുകൾ ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനത് ഇവിടെ ഈ സമയത്ത് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ലൈവിന്റെ കീഴെ ഞാൻ ആ ലിങ്ക് ഇടാം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ നിയമത്തിലെ ആരാധന എന്താണ്. അത് 3 ടൈപ്പാണ്. അപ്പൊ അതിൽ ഒരെണ്ണം ഈ പള്ളിയിൽ പോയുള്ള ആരാധനയുണ്ട്. പിന്നെ ഈ നമ്മുടെ ഡേ ടു ഡേ ലൈഫും ആരാധനയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12 പറയുന്നത്, ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുവീൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിർജീവ പ്രവൃത്തികളെ പോക്കുക. നിർജീവ പ്രവൃത്തികളെ പോക്കുക. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അതാണ് 9ാം അധ്യായത്തിൽ പറയുന്നത്, ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രസന്നതയോടെയും ചെയ്താൽ അത് ദൈവത്തിനുള്ള ആരാധനയാണ്. നിങ്ങളത് ചെയ്യാൻ, നിങ്ങൾ സ്നേഹമില്ലാതെ, സന്തോഷമില്ലാതെ, പ്രസന്നതയില്ലാതെയാണ് നിങ്ങൾ സന്ധ്യയായി, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നിങ്ങൾ ചെയ്ത ഓരോ കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. അത് ഞാനത് സ്നേഹത്തോടെയാണോ ചെയ്തത്? ഞാനത് സന്തോഷത്തോടെയാണോ ചെയ്തത്? ഞാനത് പ്രസരിപ്പോടെയാണോ ചെയ്തത്? നീ സന്തോഷത്തോടെയല്ല ചെയ്തത്, സ്നേഹത്തോടെയല്ല ചെയ്തത്, പ്രസരിപ്പോടെയല്ല ചെയ്തത്. അത് ഡെഡ് വർക്കായിപ്പോയി. എന്നാൽ
ഇപ്പോൾ ഒരുപക്ഷെ നീ ഒരു പോലീസുകാരനായിരിക്കും, വഴി നിന്നെ കാവല് നിർത്തിയിരിക്കുക വെയിലത്ത്, 2 മണിക്കൂർ അവിടെ നിൽക്കണം. ആ 2 മണിക്കൂർ നീ സന്തോഷത്തോടെ നിൽക്കേ, 2 മണിക്കൂർ നീ പ്രസരിപ്പോടെ നിൽക്കേ, 2 മണിക്കൂർ നീ സ്നേഹത്തോടെ നിൽക്കും. ഒരു മന്ത്രി അതുവഴി പാസുകാരനായിരിക്കും, ആ മുടിഞ്ഞവൻ ഇതുവഴി പോകുന്നുണ്ട്, ഞാനിവിടെ നിൽക്കേണ്ടത് എന്തൊരു ദുഷിച്ച വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ. ഇങ്ങനെ വിറുവിറുത്തോടെ നിൽക്കാതെ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കട്ടെ, നമ്മുടെ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കട്ടെ, നാളെ നമ്മുടെ രാജ്യം നന്നാവും. പിന്നെ രാജ്യത്തിന്റെ മന്ത്രി പോകുന്നു, അദ്ദേഹത്തിന്റെ അതേസമയം ഞാനിവിടെ നിൽക്കുന്നില്ലെങ്കിൽ, ഈ കാവൽ നിൽക്കുന്നില്ലെങ്കിൽ വല്ലവരും വല്ല അക്രമം ചെയ്താലോ, അപ്പോൾ നാളെ അത് എത്ര ബുദ്ധിമുട്ടായിത്തീരും. നാളെ അതൊരു ഹർത്താലായി തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടും, എത്ര കുഞ്ഞുങ്ങൾക്ക് ചികിത്സ മുടങ്ങും, ചിലരുടെ പരീക്ഷ മുടങ്ങും, അപ്പം ചിലരുടെ വിവാഹത്തിന് പോകാൻ ബുദ്ധിമുട്ട് വരും, തടസ്സങ്ങൾ വരും. അപ്പം ഇതെല്ലാം നീ ഇന്ന് അവിടെ ഡ്യൂട്ടി നിൽക്കുന്നുണ്ട്, അതെല്ലാം മാറിപ്പോകുന്നു. അപ്പോൾ അത്രയോ അനുഗ്രഹങ്ങളാണ്. അപ്പം സന്തോഷത്തോടെ ചെയ്യുക, സന്തോഷത്തോടെ. അപ്പൊ ഇതാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത്, കർമ്മണ്യേ വാദി കാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞാൽ നീ പ്രതിഫലം ഇച്ഛിക്കാതെ നിനക്ക് നിന്നെ നിശ്ചിത്വമായിരിക്കുന്ന കർമ്മത്തെ ചെയ്യും. അപ്പൊ ഉത്സാഹത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും 3 കാര്യങ്ങളാണ്. ഉത്സാഹത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഡേ ടു ഡേ ലൈഫിലെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതാണ് ദൈവവേല. അതാണ് നിർജ്ജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം. ഇറ്റ് ഈസ് ദാറ്റ് നോട്ട് ഈസി. കാരണം നമ്മൾ ചത്ത ശവങ്ങളായിട്ട് നടക്കുകയാണ്. വി വേർ സോംബീസ്, നമ്മൾ സോംബീസാണ്. സോംബിയായിട്ട് ഇങ്ങനെ സോംബിയിങ്ങാണ്, സോംബിഫൈഡ് എന്ന് പറഞ്ഞേ. വി ആർ ഓൾറെഡി സോംബിഫൈഡ്. അപ്പൊ ഈ സോംബിഫൈ ചെയ്ത് കഴിയുമ്പോൾ പിശാചിന് എന്താ? പിശാചിന് ഭയങ്കര സന്തോഷമാണ്. കാരണം സോംബീസിന്റെ ഒന്നും ദൈവം സ്വീകരിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സോംബീസിന്റെ ഒന്നും ദൈവം സ്വീകരിക്കത്തില്ല. അപ്പൊ ദൈവത്തിന് ആരാധനയില്ല. സാധാരണ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കീബോർഡ് വായിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കീബോർഡ് വായിക്കുന്നുണ്ട്. ചില ആളുകളുണ്ട് സഭയിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ കീബോർഡിന്റെ വയറൊക്കെ അന്നേരം തപ്പുന്നത്, കേബിളൊക്കെ അന്നേരം തപ്പുന്നത്. കാരണം അവൻ ഉത്സാഹത്തോടെ അല്ല ചെയ്യും. പിന്നെ സഭയ്ക്ക് എന്നാ പാട്ടാ പാടില്ലേ, അങ്ങോട്ട് ചോദിക്കുക, ഇങ്ങോട്ട് ചോദിക്കുക, കണകണ കുടങ്ങണ. അവിടെയൊന്നും ദൈവമൊന്നുമില്ല, ദൈവം ഇല്ല. കാരണം അതെല്ലാം നിർജ്ജീവ പ്രവൃത്തിയാണ്. നീ നിന്റെ ഹാർട്ട് കൊടുത്തിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഹാർട്ട് കൊടുക്കാത്ത, ഫുൾ മനസ്സ് കൊടുക്കാത്ത ഒരു പ്രവൃത്തിയില്ല ദൈവം സ്വീകാരനല്ല, ദൈവം സ്വീകരിക്കത്തില്ല. ഐ എം സോ സോറി ടു സേ ദാറ്റ്. ഞാൻ വളരെ ദുഃഖത്തോടെയാണ് പറയുന്നത്, പക്ഷെ എനിക്ക് ഉള്ള സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ മനസ്സിലോട്ടങ്ങ് വന്ന് വീണിട്ട്, ബ്ലഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉത്സാഹം വരും, ബ്ലഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്നേഹം വരും. ഇത് നമ്മുടെ ഈ ലൈവിൽ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന തോമസ് പി സി, നിങ്ങൾക്ക് കാണാം, ഈ ലൈവിൽ വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം, തോമസ് പി സി. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനാണ്. പക്ഷേ അദ്ദേഹം എഴുതുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആന്റി പെന്തക്കോസ് ഒക്കെ. അദ്ദേഹം പെന്തക്കോസ് ചർച്ച് ഓഫ് ഗോഡുകാരനാണ്, പെന്തക്കോസ് തനി പെന്തക്കോസുകാരനാണ്. അപ്പോൾ അയാള് ഇന്നലെ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കമന്റ് ഇതാണ്: അവരുടെ നാട്ടിലെ സഭ ഒരു കശാപ്പുശാലയുടെ മുമ്പിലാണ്. അപ്പോൾ അപ്പുറേ കശാപ്പ് നടത്തി കാളയെ മുറിച്ചിങ്ങനെ ചോര ഒലിക്കുന്ന ഇറച്ചി തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ ചെണ്ട കൊട്ടി രക്തം എന്ന് പറയും. അപ്പം നാട്ടുകാർ നോക്കി ഇടത്തോട്ട് നോക്കുമ്പോൾ കശാപ്പയുടെ നിന്ന് രക്തം കാണുന്നു, വലതുവശത്ത് ബന്ധക്കോസുകാരിന്ന് രക്തം എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തിന്റെ പോയിന്റ് ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ കീഴിൽ എഴുതിയിരിക്കുന്ന കമന്റാണ്, നിങ്ങൾക്ക് കാണാം, ആ കമന്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നതാണ്, രക്തം എന്ന് പറയുമ്പോൾ അത് ആരുടെ രക്തമെന്ന് പറയുന്നില്ലല്ലോ, സ്തോത്രം എന്ന് പറയുമ്പോൾ ആരുടെയാണെന്നും പറയുന്നില്ല, അതെല്ലാം വന്ന് പിശാചും ഒക്കെ കൊണ്ടുപോകാന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഭാവനയാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും ഞാനല്ല, തോമസ് പി സിയുടെ ഉദ്ധരണിയാണ്. ഭാവിയിൽ മഹാനായ തോമസ് പി സി എന്ന് രേഖപ്പെടുത്തട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. രക്തം, യേശുവിന്റെ രക്തം നിർജീവ പ്രവർത്തികളെ പോക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് യേശുവിന്റെ രക്തം അങ്ങ് വന്ന് വീഴുക. യേശുവിന്റെ രക്തം എവിടെ വെച്ചാ വീഴുന്നത്? യേശുവിന്റെ രക്തം നമ്മുടെ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അവിടെ സന്നിഹിതമാവും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ ചില ആളുകളുണ്ട് പ്രാർത്ഥിക്കുന്ന 2-3 പേർ കൂടി വരുമ്പോൾ നിന്റെ സാന്നിധ്യം അങ്ങനെ. നമ്മളൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കണം, വ്യക്തമായി പ്രാർത്ഥിക്കണം, സ്ഫുടമായി പ്രാർത്ഥിക്കണം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. അതൊക്കെ നല്ലപോലെ ചെയ്യണം. എന്നാ കാര്യമാണ് ധൃതിയാണെങ്കിൽ ചെയ്യണ്ട, പോ. ചില ആളുകളുണ്ട്, ഞാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് കമ്പിവാചകമായിട്ട് ഞാൻ ഒരിടത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 5 മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഒരു സ്വതവല്ല പറഞ്ഞു. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നിർജ്ജീവ പ്രവൃത്തിയായിരിക്കരുത്. അപ്പൊ ഞാൻ എബ്രായ ലേഖനത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോവാം. കാരണം എബ്രായ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു 2 അധ്യായം കൂടെ മറിച്ച് കളയുമ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മൾ കൂടി വരുമ്പോൾ എബ്രായ ലേഖനം 12:22, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പുതിയ നിയമ സഭയുടെ ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ 8 കാര്യങ്ങൾ അവിടെ ഉണ്ട്. 8 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരാധനയ്ക്കായി ഒരുങ്ങുന്ന സമയത്ത് സ്വർഗീയ യെരൂശലേം അവിടെ വെളിപ്പെടുകയാണ്. സ്വർഗീയ യെരൂശലേം. അതായത് നിങ്ങൾ ചില ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ മൂവിങ് മൗണ്ടൻസ് ഒക്കെ ചില നമ്മൾ പുതിയ ആനിമേറ്റഡ് മൂവീസിലൊക്കെ കാണും. അപ്പൊ നമ്മളിങ്ങനെ ആരാധനയ്ക്ക് ഒരുങ്ങുമ്പം അങ്ങ് സ്വർഗത്തോളം ഒത്തുന്ന വലിയൊരു മല അങ്ങ് ഇറങ്ങി വരിക. നമ്മുടെ ആരാധനയുടെ നടുവിലേക്ക് വലിയൊരു മല, ആ മലയാണ് സിയോൻ മല. ആ സിയോൻ മല ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അപ്പൊ നമ്മൾ ആരാധിക്കാൻ നമ്മളത് മനസ്സിൽ കാണണം. ആ സിയോൻ മലയാണ്. സിയോൻ മലയുടെ ചുറ്റും നിന്നാണ് നമ്മൾ പുതിയ നിയമ ആരാധനയെ കുറിച്ചാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് വർഷിപ്പിനെ കുറിച്ചല്ല കേട്ടോ. കാരണം അവിടെ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റ് വർഷിപ്പിൽ അവർ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് 12:18 തൊട്ടുണ്ട്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ അതിന്റെ അടുത്തുള്ളൊന്നും അല്ല വന്നിരിക്കുന്നത്. കാരണം സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ച് ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടായതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാൻ ഞാൻ അത്യന്തം പേടിച്ചു വരയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ, അതിന്റെ അടുക്കലല്ല, പിന്നെയോ സിയോൻ പർവ്വതത്തിനും 8 കാര്യങ്ങളവിടെ. സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ശരി, ബെന്നി UAE, നമ്മുടെ UAE ബെന്നി എന്ന് പറഞ്ഞ ആ സഹോദരൻ ഒരു ക്ലിപ്പ് അയച്ചു, അതൊന്ന് പ്ലേ ചെയ്യാമെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനതൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് സുറിയാനി സഭയുടെ ആരാധനയിലുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാം. ഈ ഭാഗം തന്നെ അവിടെ പറയുന്നത്. അതായത് 8 കാര്യങ്ങളാണ്. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിനും അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അടുത്ത് വരുമ്പോൾ യേശുവിന്റെ രക്തമാണ്. ഇറ്റ് ഈസ് വെരി പ്രസന്റ് ടു അസ്. നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഇനി അദ്ദേഹം അയച്ച ക്ലിപ്പ് നമുക്കൊന്ന് ലിസൺ ചെയ്യാം. അദ്ദേഹം നമ്മുടെ ഒരു മാന്യ പ്രേക്ഷകനാണ്. സോ ആ ക്ലിപ്പ് എന്താണെന്ന് കേൾക്കാം. സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശേൽവോസേന്മാർ, ശുൽത്തോന്യന്മാർ, മൗത്വേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നിയെന്ന് കാദീഷ് പാടുന്ന 6 ചിറകുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാകിൻ ഇത് ഏൻഷ്യൻ ചർച്ചിന്റെ ഒരു വർഷിപ്പാണ്. അപ്പൊ അവരത് ഈ എബ്രായ ലേഖനം 12 അവിടെ പറയുന്നത്. അതായത് കാദീഷ് പാടുന്ന 6 ചിറകുകളുള്ള ഉടലും കാലും മറച്ച് പരസ്പരം വർഷിപ്പ് ചെയ്യുന്ന ആ ദൂതന്മാരും സെറാഫുകളും മൗദ്യാനന്മാരും മോറേവാസന്മാരും റീഷ്യൻ മാലാഹമാരും സ്രാപ്പികളും സുൽത്താനന്മാരും, അങ്ങനെ ആ ദൂതന്മാരുടെ കണ മുഴുവൻ ആദ്യാതന്മാരുടെ സഭയും ഇത് മുഴുവൻ ഒരുമിച്ച് വാഴ്ത്തുന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം. അതാണ് അത്രയുള്ള ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ 4 പേര്, അപ്പുറത്തെ മറിയാമയും പിന്നെ ചോജാമയും പിന്നെ ചാക്കോ ചേട്ടനും ചെറിയാനും കുഞ്ഞുഞ്ഞും കുഞ്ഞപ്പിയും വന്നിട്ടുണ്ട്. പിന്നെ പാസ് ഇങ്ങനെ ഈ ആരാനക്കട ഇങ്ങനെ കഴുത്തു പൊക്കി ഇങ്ങനെ നോക്കും. കാരണം നല്ല സ്വതന്ത്രാഴ്ച ഇടുന്ന ഒരാൾ വന്നിട്ടില്ല, അതായി നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും നോക്കരുത്. കാരണം ഇവിടെ മല ഇറങ്ങി നിൽക്കുകയാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മളെ വർഷിപ്പാണ്, ട്രിനിറ്റിക്ക് വർഷിപ്പ് കൊടുക്കണം. അപ്പോൾ ഈ വർഷിപ്പിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് അബോമിനേഷൻ അതൊരിക്കലും പാടില്ല. ഇത് നമ്മളെ സംബന്ധിച്ച് ചില ആളുകൾ വന്നില്ലെങ്കിൽ ഉത്സാഹമില്ല, അമ്മാമ വന്നില്ല ഉത്സാഹമില്ല, പാട്ടിന് ഉത്സാഹമില്ലായിരുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പൊ അമ്മാമ വന്നില്ലെങ്കിൽ അച്ചായം വന്നില്ലെങ്കിൽ വിഷയമില്ല. അപ്പൊ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. അതുകൊണ്ട് ഞാൻ ഈ വായിച്ച ലിസ്റ്റ്, നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുക. 8 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 8 കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ടാൽ ഏറ്റവും അടിയിലത്തെ സ്റ്റെപ്പിലാണ് ഈ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുക എന്ന് വെച്ചു. നമ്മൾ ആ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറുമ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന യേശുവിന്റെ ആ ബ്ലഡാണ്. ആ ബ്ലഡാണ് നമ്മുടെ മനസാക്ഷിയെ പോക്കി, നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ആ ബ്ലഡിന്റെ അടുക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസാക്ഷിയെ പോക്കി ശുദ്ധീകരിക്കും. അപ്പൊ നമ്മൾ അടുത്തായിട്ട് പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനെ കാണും. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കാണുന്ന ആരെയാണ്? നീതിമാന്മാരുടെ ആത്മാക്കളെയാണ് കാണുന്നത്. സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളെ. നമ്മുടെ വർഷിപ്പിൽ പ്രസന്റ് ആണ് അവർ. പ്രസന്റ്, ദേ ആർ വെരി പ്രസന്റ്. അടുത്തത് എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്ക്, പിന്നെ ആദിയാദിന്മാരുടെ സഭയ്ക്ക്, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ദൂതന്മാരുടെ സർവ്വസംഘത്തിന്, പിന്നെ അങ്ങോട്ട് നമ്മൾ സ്വർഗീയ യെരൂശലേം എന്ന നഗരം കാണും. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആ ജീവനുള്ള സിയോൻ പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ്. സിയോൻ പർവ്വതത്തിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാവോ? സിയോൻ പർവ്വതത്തിൽ ചെല്ലുമ്പോൾ എന്താണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സിയോൻ പർവ്വതത്തിൽ വെളിപ്പാട് 14, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പിന്നെ സിയോൻ മലയിലേക്ക് ചെല്ലുമ്പോ അവന്റെ നാമവും പിതാവിന്റെ നാമവും, ഇവിടെയാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നേക്ക ഫിലിപ്പൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒരു നാമം അല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്നത്. അത് സിയോൻ മലയിലാണ്. അൾട്ടിമേറ്റ് ലവ് റിലേഷൻഷിപ്പാണ്. അവരവിടെ ഒരുമിച്ച് ഒരു പാട്ട് പാടുകയാണ്, ഒരു പ്രേമഗീതം. അപ്പോൾ വർഷിപ്പിൽ സംഭവിക്കുന്നതാണ്. കാരണം നിങ്ങൾ എബ്രായലേഖനം 12 നോക്കുക. നമ്മൾ ഈ ബ്ലഡ് കണ്ടു, യേശുവിനെ കണ്ടു, നീതിമാന്മാരുടെ ആത്മാക്കളെ കണ്ടു എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയ സകല വിശുദ്ധന്മാരെയും നമ്മൾ കാണുകയാണ്. വാങ്ങിപ്പോയ വിശുദ്ധന്മാരെ കാണുകയാണ്. അവരുടെക്കുള്ള ഓണർ കൊടുക്കുകയാണ്, അവർക്കുള്ള ആ ആദരവ് കൊടുക്കുകയാണ്, വെനറേഷൻ കൊടുക്കുകയാണ്, അവർക്കുള്ള വണക്കം കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്ന ദൂതന്മാരുടെ സർവ്വസംഘത്തെ കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് സുറിയാനി സഭയുടെ ആരാധന എന്ന് പറഞ്ഞാൽ സ്വർഗീയമാണ്, മുകളിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് സ്വർഗീയ ആരാധന എന്ന് പറയുന്നത്. ലോകത്തെ ക്രിസ്തീയ സഭകളിൽ സ്വർഗീയ ആരാധന ഉള്ളത് സുറിയാനി സഭയ്ക്ക് മാത്രമാണ്. ഈവൻ കാത്തലിക് ചർച്ചിന്റെ പോലും ആരാധന സ്വർഗീയ ആരാധനയല്ല. ദേ ഡോണ്ട് ക്ലെയിം ഇറ്റ്. കാരണം അവരത് അവകാശപ്പെടുന്നില്ല. ലിറ്റർജിയിൽ തന്നെ അവർ സ്വർഗീയ ആരാധനയാണെന്ന് പറയുന്നത് സുറിയാനി സഭ മാത്രമാണ്. കാത്തലിക് ചർച്ചിന്റെ ഈ കർത്തൃമേശ, കുർബാന, ഹോളി മാസ്, അത് കൂടുതലും ഹ്യൂമൻ ഓറിയന്റഡ് ആണ്, മനുഷ്യ കേന്ദ്രീകൃതമാണ്. ഓർത്തഡോക്സ് ചർച്ചിന്റെ അല്ലെങ്കിൽ സുറിയാനി സഭയുടെ നേരെ തിരിച്ച സ്വർഗീയ കേന്ദ്രീകൃതമാണ്. നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാണെങ്കിൽ, ഇപ്പൊ കത്തോലിക്ക കുർബാന നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഭാരങ്ങളും എല്ലാം ഈ അപ്പത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ അവർ പ്രാർത്ഥിക്കുന്നു. അപ്പം അവരുടെ ഒരു ഫേമസ് പാട്ട് തന്നെ ഉണ്ടല്ലോ, ഗോഗോൾഠായിലെ പരമയാകുന്നുള്ള പാട്ട് നിങ്ങൾ കേട്ടാൽ അതിനകത്തൊരു എക്സാമ്പിൾ. അത് അവരെപ്പോഴും അവരുടെ പ്രാർത്ഥനയിലെല്ലാം അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ നൊമ്പരങ്ങളും ഞങ്ങളുടെ പ്രത്യാശകളും ഈ അപ്പത്തോട് ചേർത്ത് അണയ്ക്കുന്നു. പക്ഷെ സുറിയാനി സഭയുടെ അതല്ല, അവർ സ്വർഗീയ ആരാധന മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ദൂതന്മാരെ കണ്ടു. പിന്നെ അത് കഴിയുമ്പോൾ സ്വർഗീയ യെരൂശലേം എന്ന നഗരത്തിന്റെ കാഴ്ച കാണുകയാണ്. സ്വർഗീയ യെരൂശലേം എന്ന നഗരത്തിന്റെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ അൾട്ടിമേറ്റ് സിയോൻ മല കാണുകയാണ്. ആ സിയോൻ മലയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ആ ലവ് റിലേഷൻഷിപ്പാണ്, അവിടെയാണ് സാലോക്യം പ്രാപിക്കുന്നത്. ആ പരമാനന്ദത്തിന്റെ പാരമ്യതയിലേക്ക് പോവാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് പോവാണ്. ഇതാണ് ആ ആരാധനയുടെ ഒരു സ്വർഗീയ ഔന്നത്യം. ആ അൾട്ടിമേറ്റ് ലെവലാണ് നമ്മൾ വെളിപ്പാട് 14 നമ്മൾ കാണുന്നത്. വെളിപ്പാട് 14 കാണുകയാണ്. പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ പിതാവിന്റെ നാമവും അവന്റെ നാമവും നെറ്റിയിലുള്ള ആളുകളെയും ഞാൻ കണ്ടു. അവരെന്ത് ചെയ്യായിരുന്നു? അവർ ഒരു പാട്ട് പാടുകയായിരുന്നു.
അവർ ഒരു പാട്ട് പാടുകയായിരുന്നു. ഇനി 14 അധ്യായത്തിൽ പിന്നെ അവരൊരു പാട്ട് പാടുകയായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു, വൈണികന്മാർ വീണ വീട്ടുന്നത് പോലെ ആയിരുന്നു. 4 ജീവികൾക്കും സിംഹാസനത്തിനും മൂപ്പന്മാർക്കും മുമ്പാകെ അവരൊരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അത് ആർക്കും പഠിക്കാനൊന്നും പറ്റുന്നതല്ല. കാരണം എന്താ? അത് ഈ നിർജീവ പ്രവർത്തികളെ പോക്കി മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് യേശുവിനെ കണ്ട് നീതിമാന്മാരുടെ ആത്മാക്കളെ കണ്ട് ന്യായാധിപതിയായ ദൈവത്തെ കണ്ട് ദൂതന്മാരുടെ സർവ്വസംഘത്തെ കണ്ട് സ്വർഗീയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ കണ്ട് സിയോൻ മലയിലേക്ക് പ്രവേശിക്കുന്ന ആത്മീക അനുഭവത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതാണ് സത്യ ആരാധന. അല്ലാതെ ഇന്നലെ വണ്ടി കയറി കോഴി എത്തും, അതുകൊണ്ട് വൈകുന്നേരം കോഴിക്കറി കൂട്ടാൻ ചോറുണ്ണാൻ പറ്റിയല്ലോ കർത്താവേ സ്തോത്രം, പാവയ്ക്കാത്തവരം കൂട്ടി ഉണ്ണണമെന്ന് വിചാരിച്ച് മനസ്സുമെടുത്തിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സ്തോത്രം. ഇത്രമാത്രം സ്തോത്രം പറയാൻ കാര്യം, കോഴി ഒരെണ്ണം ചത്തില്ല. ഇല്ല, അത് അയൽപക്കംകാരൻ്റെ കോഴിയല്ലായിരുന്നു, അതുകൊണ്ട് സ്തോത്രം. ഇങ്ങനത്തെ ഈ ചിന്തകളാണ്. അപ്പൊ അതൊന്നും അല്ല ആരാധന. ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് കളിയല്ല. അതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ ഡോക്ടറിൽ പഠിക്കുകയാണ്. ഒന്നാമത് നിർജീവ പ്രവർത്തികൾ അങ്ങ് മാറിപ്പോണം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ രക്തമാണ് ചെയ്യുന്നത്. നിർജീവ പ്രവർത്തികളുടെ എക്സാമ്പിൾ ഞാൻ ഒത്തിരി പറഞ്ഞു. അപ്പോൾ സ്നേഹം, സന്തോഷം, പ്രസന്നത. അപ്പോൾ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, പ്രസന്നതയോടെ ആകയാൽ എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ മാനസാന്തരം. അപ്പൊ അവിടെയാണ് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ആകുന്നത്. അങ്ങനെയുള്ളവരിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നത്. ദൈവം സംസാരിക്കുന്ന ആരോടാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ നമ്മൾ ബന്ധക്കോസുകാരാണെങ്കിൽ അന്യഭാഷകൾ പറയും. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളോടും ദൈവം വന്ന് സംസാരിച്ചില്ല. ഒരുത്തനോട് ദൈവം സംസാരിച്ചു. മിദ്യാന്യരെ ഭയപ്പെട്ടിട്ട് മുന്തിരിച്ചക്കിന്റെ മറവിൽ നിന്ന് ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ആ മിദ്യാന്യരുടെ അക്രമമുള്ള സ്ഥലത്തും ആ ഗിദെയോന് കുറച്ച് ഗോതമ്പ് വിളയിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അവൻ എന്തുണ്ടായിരുന്നു? ആ ഉത്സാഹമുണ്ടായിരുന്നു, അവനാ സ്നേഹമുണ്ടായിരുന്നു, അവനാ പ്രസന്നത ഉണ്ടായിരുന്നു. അല്ല എന്നാ പിന്നെ മുടിഞ്ഞ് രാജ്യവും നശിച്ചു, എല്ലാം നശിച്ചു, ഇനിയിപ്പോ നമ്മൾ കൃഷി ചെയ്താലും മിദ്യാന്യര് കൊണ്ടുപോവുകയുള്ളൂ, എന്നാൽ കൃഷി ചെയ്യണ്ട എന്ന് വെച്ചില്ല. അവൻ പോയി കൃഷി ചെയ്തു, അവനത് കൊയ്തു. ഒരുപക്ഷെ റിസ്ക് ആണ്. അവനത് കൊയ്തിട്ട് പറയാണ് ഇനിയിപ്പോ അവിടെ നിന്ന് അത് പേറ്റിക്കൊണ്ടിരുന്ന മുന്തിരിച്ചക്കിന്റെ അടുത്ത് പോയി പേറ്റാങ്കി മുന്തിരിച്ചക്കിന്റെ അടുത്തോട്ട് ആരും വരുന്നില്ല. കാരണം അത് മുന്തിരിയുടെ സീസൺ അല്ല. കൊയ്ത്ത് പലതാണ്. കാരണം ബാർലിയുടെ കൊയ്ത്ത്, യവത്തിന്റെ കൊയ്ത്ത് വരും, പിന്നെ ഗോതമ്പിന്റെ കൊയ്ത്ത് വരും, പിന്നെ മുന്തിരിയുടെ കൊയ്ത്ത് വരും. ഇങ്ങനെ പല കൊയ്ത്തുകളാണ്. അപ്പൊ ഇത് മുന്തിരി കൊയ്ത്തല്ല. അതുകൊണ്ട് മുന്തിരിച്ചക്കിന്റെ അടുത്തൊന്നും വിദ്യാർത്ഥി നോക്കത്തില്ല. ആരും അവിടെ പോയി നിന്ന് അവൻ എന്ത് ചെയ്യാം? അവനത് പേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കേൾക്കുന്നത്, പരാക്രമശാലിയെ. നമ്മളാണ് പേടിച്ചു തൂറാന്ന് വിളിക്കും. കാരണം മുന്തിരിച്ചക്കിന്റെ. പക്ഷെ ദൈവം അങ്ങനെയല്ല കാണുന്നത്. കാരണം അവന്റെ ഹൃദയം ആ നിർജീവ പ്രവൃത്തികളിൽ പോക്കിക്കഴിഞ്ഞു. യേശുവിന്റെ രക്തം വന്നു വീഴുമ്പോൾ നീ അന്യഭാഷ പറയുമെന്നോ, നീ ഇരുന്ന അതൊന്നും അല്ല. നിന്റെ ഡേ ടു ഡേ ലൈഫാണ്. നീ ചെയ്യുന്ന ആ ജോലി, നിന്റെ കുടുംബം, അതിനകത്ത് ഇത് വെളിപ്പെടേണ്ടത്. അതാണ് ദൈവരാജ്യം. ഇത് നമ്മൾ മറ്റേ ഡോക്ടർ തെറ്റായ ഉപദേശം കേട്ട് നമ്മൾ മനസ്സ് വഷളായിപ്പോയി. എന്നിട്ട് ഈ പെന്തക്കോസുകാർ മുഴുവൻ വിചിത്ര ജീവികളായി മാറി, പരിഹാസ്യരായി മാറി. ട്രൂ ഡോക്ടറിനിലേക്ക് നമുക്ക് വരാം. സത്യ ഉപദേശത്തിലേക്ക്, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് എല്ലാവരും തിരിച്ച് റിസ്റ്റോർ ആകട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്താൽ മതി. അതാണ് ദൈവത്തിന്റെ പ്രസാദം. അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ യെരുശലേം ദേവാലയം ധ്യാനം കഴിക്കല്ലേ, ഇവൻ ഗോതമ്പ് മാറ്റുക. ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഇന്നലെ ദൂതന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ദൂതൻ തന്നെ ഇവന്റെ ആ ഉത്സാഹവും ഇവന്റെ ആ സ്നേഹവും ഇവന്റെ ആ സന്തോഷം കണ്ടപ്പോ ദൂതൻ അറിയാതെ വിളിക്കുക, പരാക്രമശാലിയെ. കണ്ടോ? അവൻ തിരിഞ്ഞു നോക്കുക. ഗിദെയോന്റെ യവത്തപ്പം ഉരുണ്ടു പോകുന്നതൊക്കെ പിന്നെ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഗിദെയോന്റെ യവത്തപ്പം ഉരുണ്ടു പോകുന്നതും അവന്റെ മറ്റേ മിദ്യാന്റെ പാളയത്തെ തട്ടി തകർത്ത് അപ്പം പോകുന്നതും അതിൻ്റെയൊക്കെ വ്യാഖ്യാനം വേറെയുണ്ട്.
അതൊക്കെ ദൈവം അനുവദിച്ച മറ്റു ദിവസങ്ങളിൽ പറയാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിൻ്റെ അവിടെയുള്ള റെവലേഷൻ എന്താണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന അവനെ വിളിച്ചു. വേറെ ഒരുത്തൻ 12 കാളെ പൂട്ടി ഉഴുതാണ്. 12 കാളെ എന്നൊക്കെ പറഞ്ഞാൽ മുതലാളിയാണ്. അപ്പൊ വേലക്കാർ 11 പേരിങ്ങനെ 11 സെറ്റ് കാളകൾ 12ാമത്തെ സെറ്റിന്റെ ഒപ്പം അവൻ തന്നെ നിന്ന് ഉഴുതു മറിക്കുകയാണ്. നോക്ക്, അവൻ ബോസാന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്തില്ല, അവൻ ഓഫീസിൽ ഇരുന്നില്ല. അവൻ നിനക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ AC റൂമിൽ ഇങ്ങനെ ആ ചെയറിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ കറങ്ങി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ലാഭം വരുന്നുണ്ട്. പക്ഷേ നിനക്കുള്ള ആ സമയത്ത് നീ ഇറങ്ങി അവിടെ വർക്ക് ചെയ്യാവോ? വർക്ക് ചെയ്യാമെങ്കിൽ നിന്റെ പുറത്തൊരു പുതപ്പ് വന്ന് വീഴും. നമ്മൾ ഈ ബൈബിൾ പഠിക്കുമ്പോൾ അതാ മനസ്സിലാക്കേണ്ടത്. കാരണം എലീശായ്ക്ക് കരയ്ക്കൊരിക്കേണ്ട കാര്യമുള്ളൂ, ഇതിനെ വെച്ച് ഉഴുതണ്ടേ. കാരണം അവന് ഇഷ്ടംപോലെ കാളയുണ്ട്, വേലക്കാരുണ്ട്, അവിടെ അവർ ചെയ്തോളും. പക്ഷെ അവൻ 12ാമത്തേനോടൊപ്പം അവൻ ഇറങ്ങിയപ്പോ അവിടെ പുതപ്പുമായിട്ട് വരികയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ അവിടെ അന്യഭാഷയൊക്കെ പറഞ്ഞിങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്, അവരെ ഒന്നും കാണുന്നില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യകമാരെ സമർപ്പിക്കുന്ന പരിപാടിയുണ്ട്. മശിഹായ്ക്ക് ജനിക്കാൻ വേണ്ടിയാണ്. മശിഹ ഉണ്ടാകുമെന്ന് ഓർത്ത് ഇങ്ങനെ വന്ന് ദൈവാലയത്തിൽ പോയിരിക്കുക. കല്യാണം ഒന്നും കഴിക്കത്തില്ല, സെറ്റപ്പാട്ട് ചെയ്ത്. ഇപ്പൊ രാജകുമാരികളും പണക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ മശിഹ ജനിക്കേണ്ട ശരീരമാണ്, ഒട്ടും കേട് വരുത്താൻ പറ്റത്തില്ല. അവരൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്യൂരിഫൈഡ് ആയിട്ട് ഇങ്ങനെ തൈലമൊക്കെ തൂത്ത് ശുദ്ധീകരണമൊക്കെ നടത്തി സുഗന്ധ പ്രക്രിയയൊക്കെ നടത്തിയിരിക്കുകയാണ്. അപ്പൊ മറിയം ദൈവാലയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന മറിയ. പക്ഷേ മറിയ പാവപ്പെട്ട വീട്ടിലെ ആയതുകൊണ്ട് ഈ പെൺകുട്ടികൾക്കെല്ലാം സേവ ചെയ്യേണ്ടി വന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവർ ഇവരെല്ലാം. കാരണം അവളോർത്തു മശിഹ ജനിക്കാനുള്ള ഒരു ഈ സ്ത്രീകളിൽ നിന്ന് മശിഹ ജനിക്കുമെന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ട് മശിഹ ജനിക്കാനുള്ള എല്ലാം അവൾ ആ സേവ ചെയ്തുകൊണ്ട് നടന്നു. അപ്പോഴാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അപ്പൊ പറയാണ്, കൊണ്ടാലും തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചു. ദാസിയുടെ താഴ്ച കാരണം എന്താ? നിർജീവ പ്രവൃത്തിയില്ല, സന്തോഷത്തോടെ പ്രസന്നതയോടെ സ്നേഹത്തോടെ വേല ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കും. അല്ല നിങ്ങൾ അവിടെ പോയി പാപ്പച്ചൻ ഉപദേശിയുടെ പ്രസംഗവും കേട്ട് അവറാച്ചൻ ഉപദേശിയുടെ ദൂതും കേട്ട് പൊന്നമ്മയുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന അവസാനം നിന്നെ സാത്താൻ കഴുത്തെ തോളെ കൈയിട്ട് ലൂസിഫർ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. നിന്നെ വിളിച്ചിരിക്കുന്ന നീ എപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ജോലിയിൽ നിന്ന് നുണ പറഞ്ഞ് അരമണിക്കൂർ നേരത്തെ ചാടി ഉപവാസ പ്രാർത്ഥനയ്ക്കോ കൺവെൻഷനോ പോയിട്ട് ഒരു കാര്യമില്ല. നീ നരകക്കുഴി വീണ് കഴിഞ്ഞു. അതുകൊണ്ട് ഉത്സാഹത്തോടെ സ്നേഹത്തോടെ പ്രസന്നതയോടെ സന്തോഷത്തോടെ നിന്റെ വേല ചെയ്യുക. അതാണ് നിർജീവ പ്രവൃത്തികളെ പോക്കിയിട്ടുള്ള ആ മാനസാന്തരം, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. റിപ്പന്റൻസ് ഫ്രം ഡെഡ് വർക്ക്സ്. റിപ്പന്റൻസ് ഫ്രം ഡെഡ് വർക്ക്സ്. നിങ്ങൾ ഇനി പഴയ നിയമത്തിലേക്ക് നോക്ക്. പണി ചെയ്യാതെ ചുമ്മാ ഇരുന്ന് ആരും വന്നിട്ട് കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരുന്ന ആളാണ് ആമോസ്. നാട്ടിലെ അത്തിപ്പഴമല്ല, കാട്ടിലെ അത്തിപ്പഴം അത് പോയി പെറുക്കിക്കൊണ്ടിരിക്കും. അന്നേരം ആമോസ് പറയുന്നത്, ഞാൻ പ്രവാചകനുമല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ഇടയനുമാണ്. എന്ന് പറഞ്ഞാൽ ഇടയനാണ്. അവനെ വിട്ട് ഇടയെന്ന് പറഞ്ഞാൽ കാട്ടിക്കൊണ്ട് ആടുകളെ മേയ്ക്കാൻ വിടുക. കാട്ടിക്കൊണ്ട് ആടുകളെ മേയ്ക്കാൻ വിട്ട് കഴിയുമ്പോൾ പിന്നെ ഇടയൻ എന്ത് ചെയ്യണം? ചുമ്മാ എവിടെയും ചാരി ഇരുന്നാൽ മതി, കാരണം ആടുകൾ മേഞ്ഞോളുമല്ലോ. അപ്പൊ അവന് ടൈമിൽ ഗ്യാപ്പ് കിട്ടി. അപ്പൊ അവന് ഫ്രീ ടൈം കിട്ടി. ഫ്രീ ടൈം കിട്ടിയപ്പോൾ അവനെന്ത് ചെയ്തു? ഫ്രീ ടൈം വെറുതെ കളയണ്ട, കാട്ടിൽ പോയി അത്തിപ്പഴം പെറുക്കാന്ന് വെച്ചു. അങ്ങനെ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം വിളിക്കുന്നത്. ചുമ്മാ മരത്താലിരിക്കുന്നവനെയല്ല വിളിക്കും, ചാരി ഇരിക്കുക. ഇടയൻ എന്ന ജോലിയുണ്ട്. അപ്പൊ നിനക്ക് നിന്റെ ജോലിയുടെ ഇടയിൽ തന്നെ ചെറിയൊരു സൈഡ് ബിസിനസ് നീ കണ്ടുപിടിച്ചാൽ, ഈ ജോലി ഉണ്ട്, ആ ജോലിയുടെ കൂടെ ചെറിയൊരു ബിസിനസ്സും കൂടെ ചെയ്യാം. എന്ന് പറഞ്ഞൊരു ബിസിനസ്സും കൂടെ ചെയ്യാൻ നീ തയ്യാറാകുന്ന നിമിഷം എന്നാ ചെയ്യുമെന്നറിയാവോ? ആമോസിനെ വിളിച്ച ദൈവം നിന്നെ വിളിക്കും. ദൈവത്തിന് അത് ഇഷ്ടപ്പെടും. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മീൻ പിടിച്ചു. മീൻ പിടിച്ചിട്ട് രാത്രി മുഴുവൻ വീശി. രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ പ്രേഷനിൽ പറഞ്ഞ എന്റെ സഹോദരൻ രാവിലെ നേരം വിളക്കും രാത്രി മുഴുവൻ വീശിയിട്ട് നേരം വിളക്ക് ഒന്നും കിട്ടില്ല പറയും. കോപ്പെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഇട്ടൊരു തൊഴിയും കൂടെ കൊടുത്തേച്ച് അല്ലെങ്കിൽ വേണ്ടി വല കത്തിച്ചേച്ചു പോകും. അതല്ലേ നിങ്ങളും അത് തന്നെ. പക്ഷേ രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. നേരം വെളുത്ത കണ്ണ് പുളിച്ചു വരുന്നുണ്ട്, മനസ്സിൽ നിരാശയുണ്ട്, സങ്കടമുണ്ട്, ഒന്നും കിട്ടിയില്ല. എന്നിട്ടും ഈ പത്രോസ് വല കഴുകുക. കാരണം അവന്റെ പണിയുപകരണങ്ങൾ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ആ പണിയുപകരണങ്ങളെ അവൻ സ്നേഹിക്കുകയാണ്, അവന്റെ തൊഴിലിനെ അവൻ സ്നേഹിക്കുകയാണ്, അതിൽ അവൻ സന്തോഷിക്കുകയാണ്, അവൻ അത് കഴുകുകയാണ്. അപ്പൊ വന്നിട്ട് യേശു അവനെ വിളിക്കുക.
യേശു അവനെ വിളിക്കുക. അപ്പൊ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ വിശ്വസ്തരാകുക, നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഉത്സാഹഭരിതരും സ്നേഹപൂർണരും സന്തോഷ ചിത്തരുമായി മാറുക. അവിടെയാണ് നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ നമ്മൾ 2 കാര്യമാണ് പഠിക്കുന്നത്. ഒന്ന്, നിർജീവ പ്രവൃത്തികളെ വിട്ടുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം. ആ ദൈവത്തിങ്കലെ വിശ്വാസം ഞാൻ എടുക്കുന്നില്ല, കാരണം കഴിഞ്ഞ നാളുകളിൽ മുഴുവൻ നമ്മൾ സീരിയസ് ആയിട്ട് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അതാണ് ദൈവത്തിങ്കലെ വിശ്വാസം. ദൈവം ആരാണ്, എങ്ങനെയുള്ളവനാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ആ ത്രിയേക ദൈവം. അപ്പൊ അതാണ് ദൈവം, അതാണ് ദൈവത്തിങ്കലെ വിശ്വാസം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വീണ്ടും ആ ദൈവത്തിങ്കലെ വിശ്വാസം എടുക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഞാൻ ആ നിർജീവ പ്രവൃത്തികൾ എന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം ഫസ്റ്റ് ഗ്രൂപ്പാണ്. നാളെ അടുത്ത ദിവസം നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിക്കുന്നത്. നാളത്തേത് നമ്മൾ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 2 സെഷനായിട്ടേ അത് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്. അത് കഴിയുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. അതാണ് നമ്മുടെ സ്കെഡ്യൂള്. അതിനുശേഷം ക്രിസ്തുമസ് വരികയാണ് നമ്മുടെ ഡിസംബറിൽ. ക്രിസ്തുമസ് യേശു കർത്താവിൻ്റെ തിരുപ്പിറവി. അതിനോടനുബന്ധിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ ക്രിസ്തുമസ് ധ്യാനങ്ങളിലേക്ക് മാറും. 2 പേരെ ആവശ്യപ്പെടുന്ന മുമ്പേ കേൾപ്പിച്ച പ്രാർത്ഥന ഒന്നുകൂടെ കേൾപ്പിക്കണമെന്ന്. ഓക്കെ കേൾപ്പിക്കാം. അത് കേൾപ്പിച്ചിട്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശേൽവോസേന്മാർ, ശുൽത്തോര്യന്മാർ, മൗത്വേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നിയെന്ന് കാദീഷ് പാടുന്ന 6 ചിറകുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാകിൻ അപ്പം അങ്ങനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവരെ മഹത്വപ്പെടുത്തുന്നതിനെ നമുക്ക് മഹത്വപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു റിച്ച്ലി. നിർജീവ പ്രവൃത്തികളെ പോക്കിയുള്ള മാനസാന്തരം. നമ്മുടെ നിർജീവ പ്രവൃത്തികൾ മാറട്ടെ. ഡേ ടു ഡേ ലൈഫിൽ ലെറ്റ് us ഇവാലുവേറ്റ് അവർ സെൽഫ്. നമ്മൾ ചെയ്യുന്നത് ഡെഡ് വർക്ക്സ് ആണോ അതോ ലിവിങ് വർക്ക്സ് ആണോ? ലെറ്റ് us ബി എ ലിവിങ് സാക്രിഫൈസ്. അതാണ് റോമർ 12 പറയുന്നത്. ജീവനുള്ള യാഗമായി നമുക്ക് മാറാം. നമ്മുടെ മനസാക്ഷിയെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തട്ടെ. അതാണ് പറയുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആ രൂപാന്തരമാണ്. അപ്പോൾ ഈ 3 കാര്യം നിങ്ങൾ ഓർക്കുക. എന്ത് ചെയ്താലും അത് സന്തോഷത്തോടെ ചെയ്യുക, സ്നേഹത്തോടെ ചെയ്യുക, പ്രസന്നതയോടെ ചെയ്യുക. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.